പ്രിയകുട്ടികളെ, നമ്മളിനി പ്രോബ്ലംസാണ് ചെയ്യുന്നത്. നിങ്ങൾ APGP അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഫോർമുലകളെല്ലാം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട്. ഫൈൻഡ് ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ് ഹൂസ് nth ടേം ഈസ് an ഈസ് ഇക്വൽ ടു n ഇൻറ്റു n മൈനസ് 2/n+3. ഒന്നുകൂടെ വായിക്കാം. ഫിഫ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ് കാണുക. nth ടേം അവർ തന്നിട്ടുണ്ട്. an ഈസ് ഇക്വൽ ടു n ഇൻറ്റു n മൈനസ് 2/n+3 എന്നാണ് അവർ തന്നിരിക്കുന്നത്. an ഈസ് ഇക്വൽ ടു n ഇൻറ്റു n മൈനസ് 2/n+3. അപ്പോൾ an എടുത്തെഴുതുക. n ഇൻറ്റു n മൈനസ് 2/n+3. നിങ്ങളോട് ചോദിച്ചത് ഫിഫ്ത്ത് ടേം A5 ആണ് കണ്ടത്. ഈ n ചെറുതാണ്, എയേക്കാൾ ഇച്ചിടെ താത്തിയാണ് എഴുതണത്. ഈ A5 എഴുതിയേക്കണേ പോലെ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 5 വന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 5 ഇൻറ്റു 5 മൈനസ് 2/5 പ്ലസ് 3 അങ്ങ് ചെയ്താൽ മതി. 5 ഇൻറ്റു 3/8 15/8. ഇതാണ് നമ്മുടെ എ പാർട്ടിൻ്റെ ആൻസർ. ബി പാർട്ട്. റൈറ്റ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ഫോർമുലയായിട്ട് പഠിച്ചേക്കണ കാര്യമാണ്. ഫോർമുലയായിട്ട് പഠിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കണില്ലേ? സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1/2. n ഇൻറ്റു n പ്ലസ് 1/2. അത് നമ്മുടെ ഫോർമുലയുടെ കൂട്ടത്തിൽ ഈ കിടക്കുന്നതാണ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് സിഗ്മ n ഈസ് ഇക്വൽ ടു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഈസ് ഇക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് നിങ്ങൾ പഠിച്ചിരുന്നു. അതാണ് സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. n ഇൻറ്റു n പ്ലസ് 1/2. സി പാർട്ട്. ദ ഫിഫ്ത്ത്, 8th, 11th ടേംസ് ഓഫ് എ GP ആർ PQS. പ്രൂവ് ദാറ്റ് Q² ഈസ് ഇക്വൽ ടു PS. 5ാമത്തെ ടേമും 8ാമത്തെ ടേമും 11ാമത്തെ ടേമും ഒരു GPയുടെ Pയും Qവും Sഉം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തെളിയിക്കണ ഒരു കാര്യം Q² ഈസ് ഇക്വൽ ടു PS. അതൊക്കെ വെറും സിമ്പിളാണ്. ഇത് GP ആണെന്ന് എടുത്തെഴുതുക. കാരണം നമ്മൾ ഈ പാഠത്തിൽ APയും കൂടി പഠിച്ചതാണ്. അപ്പോൾ GP എന്ന് എടുത്തെഴുതുക. ഫിഫ്ത്ത് ടേമാണ് P. ഫിഫ്ത്ത് ടേമിനെ കണക്കിൻ്റെ ഭാഷയിൽ എഴുതുമ്പോൾ A5 എന്നാണ് പറയണത്. അത് P. 8ാമത്തെ ടേമാണ് Q. അപ്പോൾ എങ്ങനെ എഴുതണം? A8 സമം Q. 11ാമത്തെ ടേമാണ് S. അപ്പോൾ എങ്ങനെ എഴുതണം? A11 സമം S. ഈ പറയുന്ന 3 കാര്യവും നമ്മൾ എഴുതണമെങ്കിൽ nth ടേമിൻ്റെ ഫോർമുല എഴുതണം. GPയുടെ an nth ടേം ഓർക്കണുണ്ടോ? A ഇൻറ്റു R റേസ് ടു n മൈനസ് 1. GPക്ക് കോമൺ റേഷ്യോ ആണുള്ളത് 6. A ഇൻറ്റു R റേസ് ടു n മൈനസ് 1 ആണ് an. അങ്ങനെയാണെങ്കിൽ A5 എന്താണ്? A5 ഈ എന്നിൻ്റെ സ്ഥാനത്ത് 5 ഇട്ടു. അപ്പോൾ A ഇൻറ്റു R റേസ് ടു 4. 5 മൈനസ് 1 4. അതെത്രയാണ്? P. A8 എന്താണ്? A ഇൻറ്റു A8 ചോദിക്കുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 8 ഇടുവാണ്. A ഇൻറ്റു R റേസ് ടു 7 ആയിട്ട് മാറുന്നു. അതാണ് Q. A11 ചോദിക്കുമ്പോൾ 11 A11. അപ്പോൾ എന്നെ 11 ഇടുന്നു. അപ്പോൾ A ഇൻറ്റു R റേസ് ടു 10 എന്ന് വരുന്നു. അതാണ് S. അപ്പോൾ A ഇൻറ്റു R റേസ് ടു 4 P ആണ് ഇക്വേഷൻ 1. A ഇൻറ്റു R റേസ് ടു 7 Q ആണ് ഇക്വേഷൻ 2. A ഇൻറ്റു R റേസ് ടു 10 S ആണ് ഇക്വേഷൻ 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? Q² ഈസ് ഇക്വൽ ടു PS എന്നല്ലേ തെളിയിക്കണ്ടേ? നമുക്ക് ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഹരിക്കാം. ഇത് ഗുണനമൊക്കെ വന്നിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഇക്വേഷൻ 1ന് 2 കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്, പകരം ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. 2ാമത്തെ ഇക്വേഷനെ 1 കൊണ്ട് ഹരിക്കാം. 3ാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഹരിക്കാം. 2ാമത്തെ ഇക്വേഷനെ 1 കൊണ്ട് ഹരിക്കാൻ പോവുകയാണ്. അപ്പോൾ LHS തമ്മിൽ ഹരിക്കും. AR റേസ് ടു 7 ബൈ AR റേസ് ടു 4 എന്നാണ് വന്നത്. LHS തമ്മിൽ ഹരിക്കുമ്പോൾ മനക്കണക്ക് ചെയ്യുക. AR റേസ് ടു 7 ബൈ AR റേസ് ടു 4 ചെയ്യുമ്പോൾ എയും എയും വെട്ടിപ്പോയി R റേസ് ടു 7 ബൈ R റേസ് ടു 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? R³ കിട്ടും. ഈക്വൽ ടു RHSും അത് 2/1 ചെയ്യുമ്പോൾ Q/P കിട്ടും. ഇനി 3ാമത്തെ ഇക്വേഷനെ 2ാമത്തെ ഇക്വേഷൻ കൊണ്ട് ഹരിക്കുമ്പോൾ AR റേസ് ടു 10 ബൈ AR റേസ് ടു 7 ആണ് ചെയ്യുന്നത്. അപ്പോൾ എയും എയും വെട്ടിപ്പോവും. R റേസ് ടു 10നെ R റേസ് ടു 7 കൊണ്ട് ഹരിക്കുമ്പോൾ R³ കിട്ടും അവിടെയും. പിന്നെ 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ വലത് സൈഡിൽ S/Qവും കിട്ടും. നിങ്ങൾക്കത് മനസ്സിലായോ? 2നെ 1 കൊണ്ട് ഹരിക്കുമ്പോൾ AR റേസ് ടു 7 ബൈ AR റേസ് ടു 4 ആണ് വരുന്നത്. അപ്പോൾ A വെട്ടിപ്പോയി R റേസ് ടു 7 ബൈ R റേസ് ടു 4 ചെയ്യുമ്പോൾ R³ ആണ് വരുന്നത്. RHS ആണെങ്കിൽ Q/P.
3നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ AR/10/AR/7 ആണ് വരുന്നത്. എ ക്യാൻസലായി പോവും. R/10/R/7 വന്നിട്ട് R³ വരും, S/Q. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് രണ്ടും R³ ആണ്. അപ്പോൾ Q/P = S/Q എന്ന് എഴുതാനും പറ്റും. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ Q² = PS എന്ന നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടും. ഒന്നാമത് പറഞ്ഞുതരാം. GP എന്ന് എഴുതുക. ഏത് കണക്ക് വന്നാലും GP ആണോ AP ആണോ എന്നുള്ളത് കൃത്യം നമ്മൾ എഴുതാറുണ്ട്. GP ആണ് ഈ കണക്ക്. 5ാമത്തെ ടേം P, അപ്പോൾ കണക്കിൻ്റെ ഭാഷയിൽ A5P. 8ാമത്തെ ടേം Q, കണക്കിൻ്റെ ഭാഷയിൽ A8Q. 11ാമത്തെ ടേം S, A11S. നമുക്ക് ജനറൽ ടേം AN-നാണ് ഫോർമുലയുള്ളത്. A×R⁻n−1 അതാണ് GPക്ക്. അപ്പോൾ A5 എങ്ങനെ പറയും? A×R⁴. n-ൻ്റെ സ്ഥാനത്ത് 5 വരുമ്പോഴല്ലേ A5 വരുന്നത്. അപ്പോൾ ഇവിടെ 5 - 1 4 വരും. A×R⁴. അതാണ് P എന്ന് അറിയാം. A8 എങ്ങനെയാണ് പറയണേ? A×R⁷. അതാണ് Q. A11 എങ്ങനെയാണ് പറയണേ? A×R⁻10. A×R⁻11-1 അതായത് 10. S എന്നും കിട്ടി. AR⁴P ഇക്വേഷൻ 1, AR⁷Q ഇക്വേഷൻ 2, AR⁻10S ഇക്വേഷൻ 3. ഇക്വേഷൻ 2 ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? R³ കിട്ടും. ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുകയാണ്. A വെട്ടിപ്പോവും, R³ വരും, Q/P. 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴും ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ A വെട്ടിപ്പോയിട്ട് R³ അവിടെയും വരും, S/Q. രണ്ടും R³ ആയതുകൊണ്ട് ഇവ തുല്യപ്പെടുത്തും. എന്നിട്ടൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ Q² = PS. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ ABC 3 പിരിവും കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം. 5th ടേം ഓഫ് ദ സീക്വൻസ് whose nth ടേം AN = n/n-2/n+3. AN എടുത്തെഴുതുക. A5 ആണ് 5th ടേം. A5 കാണുന്ന n-ൻ്റെ സ്ഥാനത്ത് 5 ഇട്ട് എല്ലാ സ്ഥലവും ചെയ്യുക, ഉത്തരം കിട്ടിക്കോളും. സം ഓഫ് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്, അത് ഫോർമുലയാണ് n×n+1/2. ഒരു GPയുടെ ഒരു ഇച്ചിരി മുഴുത്ത കണക്ക് GP എന്ന് എഴുതുക. A5 P ആണെന്നും A8 Q ആണെന്നും A11 S ആണെന്നും എടുത്തെഴുതുക. AN-ൻ്റെ ഫോർമുല A×R⁻n−1 എഴുതുക. ആ ഫോർമുല പ്രകാരം A5 എഴുതുക, A×R⁴. A8 എഴുതുക, A×R�7. A11 എഴുതുക, A×R�10. അത് ഓരോന്നും Pയും Qയും Sമാണല്ലോ. ഇനി ഇക്വേഷൻ 1, 2, 3 നമുക്ക് ഇവിടെ പേരിടാതെ കൃത്യമായിട്ട് കൊടുക്കാൻ ഇതും കൂടി ഉള്ളതുകൊണ്ട് അവിടെ കൊടുത്തില്ല. ഇത്രയും ഭാഗം മാത്രം എടുത്തെഴുതി ഒന്നോടെ. ഇക്വേഷൻ 1, 2, 3 2/1 ചെയ്യുക, 3/2 ചെയ്യുക. അപ്പം നിങ്ങൾക്ക് R³ Q/P എന്നും R³ S/Q എന്നും വരും. അവ ഈക്വൽ ആയതുകൊണ്ട് ഇത് തുല്യപ്പെടുത്തുക, എന്നിട്ടൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷനോടെ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ കണക്കോടെ ഞാനിന്ന് പഠിപ്പിക്കുന്നുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് ടേംസ് ഓഫ് AP 25, 22, 19 എക്സെട്ര ഈസ് 116. ഇപ്പം എന്നാ പറഞ്ഞേ? കുറച്ച് ടേംസിൻ്റെ സം എടുത്തു AP ഇതാണ് 25, 22, 19 എക്സെട്ര. അതിൻ്റെ കുറച്ച് ടേംസിൻ്റെ സം എടുത്തപ്പോൾ 116 കിട്ടിയെങ്കിൽ ലാസ്റ്റ് ടേം എന്താണ്? ഇതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കുക. AP ആണെന്ന് എടുത്തെഴുതി. 25, 22, 19 എക്സെട്ര എന്നാണ് AP. അപ്പോൾ ഫസ്റ്റ് ടൈം A അല്ലെങ്കിൽ A1 25 ആണ്. D കാണാൻ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ചെയ്യണം. 22 - 25 -3 എന്നാണ് കിട്ടിയത്. ഇനി ഇവിടെ പറയുന്നത് സർട്ടൻ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മാണ് 116. അപ്പോൾ SN ആണ് 116. SN-ന് AP-ക്ക് 2 ഫോർമുലയുണ്ട്. അതിൽ ആദ്യത്തെ ഫോർമുല എടുത്തു. ഓർക്കുണ്ടോ നിങ്ങൾ ആ ഫോർമുല? n/2 × 2a + n-1 × d. n/2 × 2a + n-1 × d. അതാണ് 116. നമുക്കറിയാവുന്ന ഈ 2 വിലയും അവിടെ കൊടുത്തു. ഈ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 116 232 ആക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിലുള്ള ബൈ ആണ് ഈ 2. അപ്പോൾ 2 നമുക്ക് RHSലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 116നെ 232 ആക്കി വെച്ചാൽ ഇനി ബൈ 2 ഇല്ല. n × 2a + n-1 × d 232.
2an പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു d 232 ബ്രാക്കറ്റ് മാറ്റി. ഇനി നമുക്ക് a 25 d മൈനസ് 3 കൊടുക്കാം. അപ്പോൾ 2a എത്രയാവും? a 25 50 n പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു മൈനസ് 3 നെഗറ്റീവ് സംഖ്യ വന്നതുകൊണ്ട് ഇൻറ്റു ഇട്ടേച്ച് വേണം മൈനസ് 3 കൊടുക്കാൻ. 232 50n പ്ലസ് ബ്രാക്കറ്റ് മാറ്റി ഗുണിക്കുവാണ്. ഈ തമ്മിൽ ഗുണിച്ചപ്പോൾ n സ്ക്വയർ മൈനസ് n സ്ക്വയർ മൈനസ് n ഇൻറ്റു മൈനസ് 3 സമം 232. 50n മൈനസ് 3 കൊണ്ട് ഗുണിക്കുവാണ്. മൈനസ് 3n സ്ക്വയർ പ്ലസ് 3n ഈസ് ഈക്വൽ ടു 232. ആദ്യം സെക്കൻഡ് ഡിഗ്രി ടേം എഴുതുവാണ്. ചിഹ്നത്തോടു കൂടിയാണ് ഒരു ടേം എഴുതേണ്ടത്. മൈനസ് 3n സ്ക്വയർ പ്ലസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 53n. ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 232 സമം 0. ആദ്യം മൈനസ് എടുക്കുന്നത് ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് എല്ലാ ടെമ്മിനെയും മൈനസ് കൊണ്ട് ഗുണിക്കുവാണ്. RHS 0യെയും ഗുണിക്കുന്നുണ്ട്. എന്നാലാണ് ഇക്വേഷന് വില വ്യത്യാസം വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പോസിറ്റീവായി, ഇത് നെഗറ്റീവായി, ഇത് പോസിറ്റീവായി, ഇതിനൊരു മാറ്റവും മൈനസ് കൊണ്ട് ഗുണിച്ചാൽ വരില്ല. അപ്പോൾ 3n സ്ക്വയർ മൈനസ് 53n പ്ലസ് 232 സമം 0 വന്നു. നിങ്ങൾക്കറിയാം ഇത് എന്നിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. എന്നിൻ്റെ വില കാണാൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a എന്നൊരു ഫോർമുലയുണ്ട്. മൈനസ് ബി നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? സോൾവ് ചെയ്യുമ്പോൾ ഒരു ഫോർമുല. ഇവിടെ എന്നിലുള്ള ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് എന്നിൻ്റെ വില കിട്ടും. നിങ്ങൾ എക്സിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. എ എന്ന് പറയണത് n സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റാണ്. സെക്കൻഡ് ഡിഗ്രിയുടെ കോയിഫിഷ്യൻ്റ് 3. ബി എന്ന് പറയണത് എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് മൈനസ് 53. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടൈം 232 ഇതിലേക്ക് കൊടുക്കുവാണ്. അപ്പം മൈനസ് ബി എന്താണ്? 53. ബി മൈനസ് 53 ആയതുകൊണ്ട് മൈനസ് ബി 53 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ. മൈനസ് 53യുടെ സ്ക്വയർ 2809. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? കാൽക്കുലേറ്റർ ഉപയോഗിക്കാം നമുക്ക്. മൈനസ് 53യുടെ സ്ക്വയർ 2809 മൈനസ് 4 ഇൻറ്റു 4 ഇൻറ്റു എ 4 ഇൻറ്റു 3 12 അങ്ങനെ എഴുതിയതായത് ഇൻറ്റു സി 232/2a 2 ഇൻറ്റു 3 6. 53 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2809 മൈനസ് കാൽക്കുലേറ്ററിൽ അടിച്ചാണിത് 2784/6. 53 പ്ലസ് ഓർ മൈനസ് റൂട്ടിനകത്ത് 25 കുറച്ചതാണ് /6. 53 പ്ലസ് ഓർ മൈനസ് 5/6 അത് 53 പ്ലസ് 5/6 ആകാം ഓർ 53 മൈനസ് 5/6 ആകാം. 58/6 ഓർ 48/6. ഇത് ഭിന്നസംഖ്യ ഫ്രാക്ഷൻ തന്നെയാണ്. പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യത്തില്ല. ഓർ ഇത് 8 ആണ്. ഒരിക്കലും നമ്പർ ഓഫ് ടേംസ് ആണ് n. ഈ APയെ സംബന്ധിച്ചിടത്തോളം n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അതൊരിക്കലും ഫ്രാക്ഷൻ വരില്ല. ഫ്രാക്ഷൻ നോട്ട് പോസിബിൾ. അതുകൊണ്ട് n നോട്ട് ഈക്വൽ ടു 58/6. therefore n ഈസ് ഈക്വൽ ടു 8. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ലാസ്റ്റ് ടേം ഏതാണ്? ലാസ്റ്റ് ടേം 8ാമത്തെ ടേമാണെന്ന് പിടികിട്ടി. നമ്പർ ഓഫ് ടേംസിനകത്ത് 8ആണുള്ളത്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 8ാമത്തെ ടേമാണ്. A8 ആണ് കാണേണ്ടത്. an കാണാനൊരു ഫോർമുലയുണ്ട്. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഓർ a1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. a ഇട്ടും പറയാം a1 ഇട്ടും പറയാം. രണ്ടും ഫസ്റ്റ് ടൈമാണ്. നമ്മുടെ ലാസ്റ്റ് ടേം A8 കാണാൻ എന്ത് ചെയ്യണം? 25 ഫസ്റ്റ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. 8 മൈനസ് 1 7 ഇൻറ്റു ഡി മൈനസ് 3 ആണ്. 25 മൈനസ് 23 4. അപ്പം നമ്മുടെ ഈ എ പിയുടെ 25 22 19 അങ്ങനെ പോയി 4 വരെ വരുമ്പോൾ 4 എന്നൊരു ടേം നമുക്ക് വരും. ആ ടേം 8ാമത്തെ ടേമാണ്. അത് വരുന്നിട്ട് അവിടെ നിർത്തുക. എന്നിട്ട് എല്ലാ ടേമും കൂടെ കൂട്ടിയെടുക്കുക. അന്നേരമാണ് ഈ 116 വരുന്നതെന്ന് മനസ്സിലാവും. സം ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് ടേംസ് ഓഫ് AP ഈസ് 116. ഫൈൻഡ് ദി ലാസ്റ്റ് ടേം. കണ്ടോ? ഈ എ പാർട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കുന്നില്ല, കൂടിപ്പോവും. ബി പാർട്ടും കൂടെ അപ്പോൾ ഇന്ന് പഠിപ്പിക്കുകയുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ വായിക്കുക. സം ഓഫ് എ സർട്ടൻ നമ്പർ ഓഫ് ടേംസ് ഓഫ് AP 25 22 19 എക്സെട്ര ഈസ് 116. ഫൈൻഡ് ദി ലാസ്റ്റ് ടേം. AP ആണ് എടുത്തെഴുതുക. 25 22 19 എക്സെട്ര ആണ് എഴുതുക. എ എഴുതുക. ഡി സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്ത് -3 കിട്ടുക.
കുറച്ച് ടേംസിൻ്റെ തുക 116. ലെറ്റ് എസ് എൻ ഈസിക്കൽ ടു 116. എസ് എന്നിൻ്റെ ഫോർമുല എഴുതുക. എ പിയുടെ n/2 × 2a + n - 1 × d 116. ഈ 2 ഇങ്ങേ സൈഡിലേക്ക് ഗുണിച്ച് 232 ആക്കുമ്പോൾ n × 2a + n - 1 × d സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ ഇവിടെ ഇടുക ഉള്ളൂ. ഇനി 2an പ്ലസ് ബ്രാക്കറ്റ് മാറ്റുക. n × n - 1 d 232. ഇനി എയുടെ വിലയും ഡിയുടെ വിലയും കൊടുക്കുക. a 25 ആയതുകൊണ്ട് 2a 50 n പ്ലസ് n × n - 1 ഇൻറ്റു -3 232. നെഗറ്റീവ് സംഖ്യയോട് ഗുണിക്കുമ്പോൾ ഇൻറ്റു ഇട്ടിട്ടേ നെഗറ്റീവ് ഇടാവുള്ളൂ. 50n പ്ലസ് ബ്രാക്കറ്റ് മാറ്റി n² - n ഇൻറ്റു -3 232. 50n -3 കൊണ്ട് 2നെ ഗുണിക്കുക. -3n². ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ പ്ലസ് 3n 232. സെക്കൻഡ് ഡിഗ്രി ടൈം ആദ്യം എഴുതി -tn² പ്ലസ് 53n ഉണ്ട്. ഇത് കൂട്ടുമ്പോൾ -232 0. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് RHS 0 വേണ്ടത്. അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോമുല വലത് സൈഡ് 0 വേണ്ടത്. ax² + bx + c = 0. അങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രിയുടെ സ്റ്റാൻഡേർഡ് ഫോം. ആദ്യം -1 ഒഴിവാക്കാൻ എല്ലാ ടേമിനെയും -1 കൊണ്ട് ഗുണിച്ചു. RHS 0 ഗുണിച്ചു. പക്ഷെ മാറ്റം വരില്ല. ഇത് പോസിറ്റീവായി. അപ്പോൾ ഇത് നെഗറ്റീവായി. ഇത് പോസിറ്റീവായി. 0. എ സെക്കൻഡ് ഡിഗ്രി ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് 3, ബി ഫസ്റ്റ് ഡിഗ്രി ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് -53, സി കോൺസ്റ്റൻ്റ് 232. നമുക്ക് അവിടുത്തെ വേരിയബിളിൻ്റെ വില കാണാനുള്ള ഫോർമുലയാണ് -b ± √b² - 4ac/2a. ഈ കിടക്കുന്ന എ ബി സി വില ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്തു. -b എന്താണ്? 53 ± b² എന്താണ്? -53യുടെ സ്ക്വയർ 2809. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക. -53യുടെ സ്ക്വയർ -53 × -53 അടിച്ചാൽ മതി. -4a 4 × 3 12 × c 232/2a 2 × 3 6. ഇതങ്ങ് ചെയ്താൽ മതി. ചെയ്ത് ഇത് കണ്ടില്ലേ, ഇത്രയും എളുപ്പമായിട്ട് കിട്ടും. 53 ± 5/6. അത് 53 + 5/6 ആകാം, ഓർ 53 - 5/6 ആകാം. 58/6 ഓർ 48/6. ഇത് ഭിന്നസംഖ്യ തന്നെ. ഇത് 8. നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും ഫ്രാക്ഷൻ വരില്ല. നോട്ട് പോസിബിൾ. ദെർഫോർ നോട്ട് ഈക്വൽ ടു 58/6. ദെർഫോർ n = 8. അപ്പോൾ ഈ എ പിയിൽ 8 ടേമേ ഉള്ളൂ. 8ാമത്തെ ടേം 8 ടേമേ ഉള്ളൂ. എത്ര ടേം ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചത്? നമ്പർ ഓഫ് ടേംസ് 8 ടേമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ലാസ്റ്റ് ടേം എന്നാണ്. ലാസ്റ്റ് ടേം 8ാമത്തെ ടേം. 8ാമത്തെ ടേം A8 ആണ് കാണേണ്ടത്. an-ൻ്റെ ഫോർമുല വേണം. എ പിയുടെ a1 + n - 1 × d. അപ്പോൾ A8 എന്താണ്? a1 ഫസ്റ്റ് ടൈം 25 + n - 1 8 - 1 7 × d - 3 25 - 21 4. 8ാമത്തെ ടൈം 4 ആണ്. അതാണ് ഈ എ പിയുടെ ലാസ്റ്റ് ടൈം എന്ന് മനസ്സിലായി. അടുത്ത കണക്കോടെ പറഞ്ഞാൽ നിങ്ങൾ ചിലർ സമ്മതിക്കുകയല്ല. ഭയങ്കര ടെൻഷൻ അടിച്ചാൽ ചില പിള്ളേർ പഠിക്കണേ. അങ്ങനെ പഠിക്കരുത്. ഭയങ്കര രസമായിട്ട് നിങ്ങൾ ഈ കണക്ക് പഠിക്കണം. എന്നാലേ നമുക്ക് എല്ലാ പാഠങ്ങളും വരുമ്പോൾ നല്ല എളുപ്പമായിട്ട് വരുള്ളൂ. അല്ല ടെൻഷൻ അടിച്ച് അയ്യോ ഭയങ്കര വിഷമമുള്ള കണക്ക് ഇപ്പോൾ ടീച്ചർ പഠിപ്പിച്ചു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് എടുത്ത് കരഞ്ഞ് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. 2 തവണ ഞാൻ പറഞ്ഞു തന്നില്ലേ? നിങ്ങളതൊന്ന് ഇതുപോലെ ഞാൻ പറയും പോലെ ഉറക്കം പറഞ്ഞു നോക്കുക. എന്നിട്ട് നിങ്ങളൊരു കടലാസ് എഴുതി നോക്കുക. അതൊക്കെ വെറും സിമ്പിളായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. നിങ്ങൾ ഫോർമുല ശരിക്കും തറവാത്തുണ്ടാവും. ഫോർമുല നിങ്ങൾക്ക് ഓരോ ഫോർമുല വരുമ്പോഴും സംശയമാണെങ്കിൽ മോളിൽ പഠിച്ചത് എടുത്തു നോക്കാം. എന്നിട്ട് നിങ്ങൾക്കിങ്ങനെ കറക്റ്റ് ഫോർമുല SN-ൻ്റെ ഫോർമുല ഇവിടെ എഴുതി ഉള്ള വിലയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സെക്കൻഡ് ഡിഗ്രി വന്നു സോൾവ് ചെയ്തു. n-ന് വില കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് 8 മനസ്സിലായി. അപ്പോൾ ലാസ്റ്റ് ടൈം 8ാമത്തെ ടൈമാണ് പിടികിട്ടി. nth ടൈം കാണാനുള്ള ഫോർമുലയുണ്ട്. അപ്പോൾ 8ാമത്തെ ടൈം കാണാൻ ഇതിങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഇത്രയും കാര്യമില്ലേ കണക്കിലുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വിഷമിച്ച നിങ്ങൾ ബുദ്ധിമുട്ടി കരഞ്ഞുകൊണ്ട് പഠിക്കരുത്. രസമായിട്ട് പഠിക്കുക. ഞാൻ ഇത്രയും കണക്ക് കൊണ്ട് നിർത്തുവാണ്. ഇത്രയും കണക്കുകൾ എ പാർട്ട് വരെ മാത്രമേ എഴുതിയെടുക്കാവുള്ളൂ. താഴേക്കുള്ള ഒന്നും എഴുതിയേക്കരുത്. നമ്മൾ പഠിക്കുന്ന അനുസരിച്ചുള്ള കണക്കുകൾ മാത്രമേ എഴുതാവുള്ളൂ. ഇന്ന് വൈകിട്ട് പരീക്ഷ ഉണ്ടായിരിക്കും. 6 മണിക്ക് ക്വസ്റ്റ്യൻ ഇട്ട് തരും. കഴിഞ്ഞ പാഠത്തിൽ ചെയ്ത പോലെ 8 മണിയാകുമ്പോൾ ആൻസർ ഇട്ട് തരും. ചെക്ക് ചെയ്തിട്ട് മാത്രം ആൻസർ അയയ്ക്കുക. 1-ലൊരു 3 കണക്കും 2-ലൊരു 1 കണക്കും പഠിപ്പിച്ചിട്ടുള്ളൂ. 4 കണക്കേ ആകെ പഠിപ്പിച്ചിട്ടുള്ളൂ.
6 മണിക്കാണ് പരീക്ഷ. 8 മണിക്ക് ആൻസർ ഇട്ട് തരും.